ഞങ്ങളുടെ ഈ സമരം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ഏപ്രിൽ 12-ാം തീയതി ഇവിടെ ഒരു പൗര സാഗരം നടക്കുവാൻ വേണ്ടി പോവുകയാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകൾ, വലിയ ഉന്നതരായ വ്യക്തിത്വങ്ങൾ തുടക്കം മുതൽ തന്നെ ഈ സമരത്തോടൊപ്പമാണ്. ഇതുവരെ മനസ്സുകൊണ്ട് പിന്തുണച്ച് ഇവിടെ എത്തിച്ചേരാൻ പറ്റാതിരുന്ന മുഴുവൻ ആളുകൾക്കും വരാൻ പറ്റുന്ന ഒരു ദിവസമായി ഈ 12-ാം തീയതി ഉപയോഗപ്പെടുത്തണമെന്നോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ വേതന വർധനവ് തരാൻ മാത്രമേ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാതുള്ളൂ. നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 59-ാം ദിവസം പിന്നിടുകയാണ്. അതായത് 2 മാസം പിന്നിടാൻ പോവുകയാണ്. എന്തായാലും ഈ ഏപ്രിൽ 12-ാം തീയതി ഇവിടെ ഒരു പൗര സാഗരം നടക്കുവാൻ വേണ്ടി പോവുകയാണ്. അതായത് മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ വിഷയം ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടോ? ഈ തൊഴിൽ മന്ത്രിയുമായുള്ള കഴിഞ്ഞ ദിവസമുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെ നടന്നിരിക്കുന്നു. ഞങ്ങളുടെ ഈ സമരം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 59 ദിവസമായി നടക്കുന്ന ഈ സമരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് അടിസ്ഥാന ഡിമാൻഡുകളൊന്നും തന്നെ കൈവരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഗവൺമെൻറ് ഇതിനോട് മുഖം തിരിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകൾ, വലിയ ഉന്നതരായ വ്യക്തിത്വങ്ങൾ തുടക്കം മുതൽ തന്നെ ഈ സമരത്തോടൊപ്പമാണ്. പക്ഷേ ആ ഒരു നിലപാടും സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകാത്തൊരു സാഹചര്യത്തിൽ പൗരസമൂഹം അങ്ങനെയുള്ള ആളുകൾ ഇവിടെ നേരിട്ട് വന്ന് പിന്തുണ അർപ്പിക്കാൻ എത്തുന്ന ദിവസമാണ് ഈ 12-ാം തീയതി. പൗരസാഗരം എന്നാണ് ആ പ്രോഗ്രാമിന് അവർ പേരിട്ടിരിക്കുന്നത്. അവർ നടത്തുന്ന ആ പരിപാടിയോട് ഞങ്ങൾ ആശാ വർക്കർമാരും അവരുടെ കുടുംബാംഗങ്ങളും അതിനോട് സജീവമായി ചേരുകയാണ്. അതാണ് ആ പ്രോഗ്രാം. അന്നേ ദിവസം മുഴുവൻ ആളുകളും ഈ സമരത്തെ ഇതുവരെ മനസ്സുകൊണ്ട് പിന്തുണച്ച് ഇവിടെ എത്തിച്ചേരാൻ പറ്റാതിരുന്ന മുഴുവൻ ആളുകൾക്കും വരാൻ പറ്റുന്ന ഒരു ദിവസമായി ഈ 12-ാം തീയതി ഉപയോഗപ്പെടുത്തണമെന്നോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടാതെ ഈ വൃത്തി കോൺക്ലേവ്, അത്തരത്തിലുള്ള ഈ 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികമെല്ലാം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുമായി നിരന്തരം ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തപ്പോൾ ധനസ്ഥിതി വളരെ മോശമാണ് എന്നുള്ള ഒരു വർത്തമാനമാണ് പറഞ്ഞത്. അതെ, ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾക്ക് ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ഈ വേതന വർധനവ് തരാൻ മാത്രമേ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാതുള്ളൂ. ഞങ്ങളിവിടെ സമരം ആരംഭിച്ചതിന് ശേഷമാണ് PSC അംഗങ്ങൾക്കും സർക്കാർ അഭിഭാഷകർക്കും അതുപോലെ KV തോമസിനുമൊക്കെ വൻതോതിലുള്ള ശമ്പളവും ആനുകൂല്യം വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് ഖജനാവിൽ പണമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 4ാം വാർഷികം ആഘോഷിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഒരു വാർഷിക ആഘോഷത്തെ എടുക്കേണ്ടത്? ആളുകൾക്ക് അതിനോട് ആ ഒരു ഗവൺമെൻറ് ഇരിക്കുന്നതിനോട് അങ്ങേയറ്റം സന്തോഷവും ആദരവും ഒക്കെ തോന്നുമ്പോൾ ഉണ്ടാകേണ്ടതാണ് ആ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ ജനങ്ങളിവിടെ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ തെരുവിൽ കിടക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളാണ്. 60-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും അതിനെ തിരിഞ്ഞു നോക്കുന്നില്ല. അതിനെ പുറംതിരിഞ്ഞ് നിന്നുകൊണ്ടാണ് ഒരു 4ാം വർഷത്തിലേക്ക് പോകുന്നത്. പൊതുസമൂഹം ചിന്തിക്കട്ടെ എന്ന് മാത്രമേ അതിനോട് പറയാനുള്ളൂ. എന്തായാലും ആശാ വർക്കർമാരുടെ സമരം ഇന്ന് 59-ാം ദിവസം പിന്നിടുകയാണ്. അതുകൂടാതെ നിരാഹാര സമരം ഇന്ന് 21-ാം ദിവസവും എത്തി നിൽക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ ഈ ആശാ വർക്കർമാരുടെ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച നടത്തിയപ്പോൾ ആരോഗ്യമന്ത്രി ഈ 3 വട്ടവും പറഞ്ഞിരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ സമരം നിർത്തി പോകണം, നിങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ഈ വരുന്ന ദിവസങ്ങളിൽ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൂടാതെ വൃത്തി കോൺക്ലേവ് എന്നുള്ള ഒരു പ്രൊജക്റ്റ് കൂടി, അത്തരത്തിലുള്ളൊരു പരിപാടി കൂടി ഗവൺമെൻറ് നടത്തുവാൻ വേണ്ടി പോവുകയാണ്. ഇതിനെല്ലാം കോടിക്കണക്കിന് രൂപ ആവശ്യമാണ്. എന്നിട്ടും ഈ ആശാ വർക്കർമാരുടെ മിനിമം വേതനം, ഇവരുടെ വേതനം വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുമ്പോഴും അവരുടെ വിഷയങ്ങൾ കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാരിൻ്റെ പരിപാടികളും മറ്റ് ദൂരത്തിന് ആവശ്യമായ ധനസ്ഥിതി എല്ലാം തന്നെ ഉണ്ട് എന്ന് വിളിച്ചോതുന്ന ഒരു വ്യക്തമായ ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ പാവങ്ങളുടെ വിഷയം പരിഗണിക്കാനോ ഒരു അനുഭാവപൂർണമായ ചർച്ച നടത്തുവാനോ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുവാനോ മിനിമം വേതനം നൽകുവാനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തായാലും വൃത്തി കോൺക്ലേവ് ഉൾപ്പെടെയുള്ള 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ഉൾപ്പെടെ കൊട്ടിഘോഷിച്ച്
നടത്താൻ പോകുന്ന ഈ വേളയിലാണ് ഈ പാവപ്പെട്ട അമ്മമാർ 59-ാം ദിവസവും തെരുവിൽ കിടന്ന് ഈ സമരം നടത്തുന്നത് എന്നത് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നതിൽ സംശയമില്ല. ഇന്ന് നിരാഹാര സമരം 21-ാം ദിവസം പിന്നിട്ടിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ ആശാ വർക്കർമാരാണ് ഇവിടെ ഇന്ന് നിരാഹാരം അനുഷ്ഠിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നുമെല്ലാം തന്നെ ഉയർന്നു വരുന്നത്. ആശാ വർക്കർമാരുടെ വിഷയം ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ പരിഗണിച്ചേ മതിയാകൂ എന്നുള്ള ഒരു സ്വരം തന്നെയാണ് സാമൂഹിക സാംസ്കാരിക ഇടങ്ങളിൽ നിന്നുമെല്ലാം തന്നെ പൊതുസംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമെല്ലാം തന്നെ ഉയർന്നു വരുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഈ വരുന്ന 12-ാം തീയതി പൗരസാഗരം എന്നുള്ള പരിപാടി ഈ ആശാ വർക്കർമാരുടെ സമരവേദിയിൽ നടക്കുവാൻ വേണ്ടി പോകുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.